ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഡാഫഡിൽസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് അതിരാവിലെ ഞങ്ങളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ആലുവയിലേക്കാണ് യാത്ര. കുഞ്ഞമ്മയുടെ വീടിൻ്റെ പാലുകാച്ചിലാണ്. ഞങ്ങൾ 5 മണിക്ക് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഞങ്ങളുടെ കൂടെ അമ്മയും ശാലിനിയുടെ അമ്മയും ഉണ്ട്. ഏട്ടന് നല്ല പനിയായതുകൊണ്ട് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. രാവിലെ ആയതിനാൽ വലിയ തിരക്കൊന്നും കൂടാതെ 2-2.5 മണിക്കൂർ കൊണ്ട് ആലുവയിലെത്തി. ഞങ്ങൾ ചെന്ന് കയറുന്നത് നാരായണത്തപ്പൻ്റെ നടയിലാണ്. ക്ഷേത്രത്തിന് തൊട്ടരികിലാണ് കുഞ്ഞമ്മയുടെ വീട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലെ ഇവിടെയുമുണ്ട് ഒരു ഗരുഡൻ. ഇതാണ് പുതിയ വീട്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് അമ്പലത്തിലൊന്ന് കയറിയിട്ട് വരാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മേജർ ക്ഷേത്രമാണ് ഏലൂർ നാറാണത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലെ 5 മണി മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ് ക്ഷേത്ര ദർശനം. കൃഷ്ണശിലയിലുള്ള വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നാറാണത്ത് ഭ്രാന്തനാണ് എന്നതാണ് വിശ്വാസം. സന്തതികളില്ലാത്ത ദമ്പതികൾ ഇവിടെ തൊട്ടിൽ കെട്ടിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നതാണ് വിശ്വാസം. നാറാണത്തപ്പൻ്റെ നടയിൽ തൊട്ടിൽ കെട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്കും ആരോമലിനെ കിട്ടിയത്. ഏലൂർ ഉദ്യോഗമണ്ഡൽ FACT കമ്പനിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്രത്തിനു പുറമെ അയ്യപ്പനും ഗണപതിയും ഉപദൈവങ്ങളായിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു നവഗ്രഹ ക്ഷേത്രവും ഉണ്ട്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് വീടിൻ്റെ പഴയ രൂപവും റെനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ള പുതിയ ലുക്കും കാണാം. പഴയ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് പുതിയ വീടിൻ്റെ നിർമ്മാണം. ഇതാണ് സിറ്റൗട്ട്. സിറ്റൗട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നാറാണത്തപ്പൻ്റെ നട കാണാം. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് പൂജാമുറിയാണ്. ഇനി നമുക്ക് ഹാളിലേക്ക് കയറാം. ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാള് കാണാം. നല്ല വിശാലമായ ഹാളാണ്. ഫർണിച്ചേഴ്സ് ഒന്നും കൊണ്ടിട്ടിട്ടില്ല. ഇതാണ് നമ്മളുടെ അടുക്കള. നല്ല പോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വെക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൻ്റെ ഭാഗത്തെ പുറത്തോട്ടുള്ള ഭാഗം. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം. മുകളിൽ 2 റൂമാണുള്ളത്. ഇതാണ് ആദ്യത്തെ റൂം. ഇത് അറ്റാച്ച്ഡ് അല്ല. ഇത് പുറത്തേക്കുള്ള ബാൽക്കണിയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് നാറാണത്തപ്പൻ്റെ ക്ഷേത്രം നല്ല പോലെ കാണാം. ഇത്രയും ഏരിയ ആണ് ബാൽക്കണിക്കുള്ളത്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഇവിടെ വലിപ്പത്തിലുള്ള 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള ബാത്റൂമാണ്. അവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒട്ടും സ്പേസ് കളയാതെ എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൽ നിന്ന് നോക്കിയാൽ ആൽമരവും ഗരുഡനും അമ്പലവും ഒക്കെ കാണാം.
ഇത് അയ്യപ്പൻ്റെ കോവിലാണ്. നമ്മുടെ സിറ്റൗട്ടിൽ നിന്നാൽ അയ്യപ്പൻ്റെ കോവിലിൽ ദീപാരാധന നടക്കുന്നത് നല്ലതുപോലെ നമുക്കിവിടെ നിന്ന് കാണാം. ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.